നേരിടുന്ന വെല്ലുവിളികൾ ശരിയായി കൈകാര്യം ചെയ്യാനും സാധ്യതകൾ ഉപയോഗിക്കാനും കഴിയണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. രാവിലെ തന്നെ റേഡിയോയിൽ ഇങ്ങനെ ന്യൂസും കേട്ട് ഒരു ചായയും കുടിച്ച് ആൾക്കാരോട് ഇങ്ങനെ കുറേ അപ്പൂപ്പന്മാരെ സൊറയും പറഞ്ഞിരുന്ന് ചാടിക്കണം വായോ. ഇത് ഇവിടെ ചായ മാത്രമല്ല, നമ്മുടെ ഇഡ്ഡലി ഉണ്ട്, നല്ല ചമ്മന്തി, മുളക് ചമ്മന്തി കിട്ടും, പിന്നെ ദോശ ഉണ്ടാവും, പിന്നെ ഇവരുടെ സ്പെഷ്യൽ സാധനമുണ്ട്. അതാണ് ചേട്ടൻ തരുന്ന കണ്ട പുഴുങ്ങിയ മുട്ടയിൽ ഈ പൊടിയിട്ട് തരും. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നടുക്ക് കട്ട് ചെയ്തിട്ട് പൊടിയിട്ടൊരു വൈബുണ്ട്. ഞാൻ മിനിമം ഒരു 3 നല്ല കഴിക്കും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഈ ഇവിടുത്തെ ഹൈജീൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ തന്നെയാണ്. ഞാനിവിടെ എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഞാൻ എറണാകുളം കോയമ്പത്തൂർ പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ ഏട്ടനും ഞാനും തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. നമ്മളിനി എങ്ങനെ വയറ് നിറച്ച് കഴിച്ചാലും ഒരു 100 രൂപയുടെ ഉള്ളിൽ അത്ര പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഒരു 10 രൂപയ്ക്കുള്ളൂ എല്ലാത്തിനും, ഏകദേശം എല്ലാത്തിനൊക്കെ ഉള്ളൂ റേറ്റ്. പിന്നെ ചട്നി ആണെങ്കിലൊക്കെ ആണെങ്കിലും. പിന്നെ ചായയുടേത് പറയാമല്ല, അടിപൊളി ചായ. ഞാൻ മിനിമം 2 ചായ പിടിക്കും. കാരണം ചേട്ടൻ ഉണ്ടാക്കുന്ന ചായ ആണെങ്കിലും യൂസ് ചെയ്യുന്ന ഇതാണെങ്കിലും ഹൈജീനാണെങ്കിലും വളരെ വൃത്തിയായിട്ട് സിമ്പിളായിട്ട് ഒരു സിമ്പിൾ മനുഷ്യൻ. രാവിലെ വന്നാൽ നല്ല റേഡിയോയിൽ പാട്ടും കേട്ടൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡ് അടിക്കാം. അടിപൊളിയാണ്. കണ്ട മീറ്റർ ചായ ഇട്ട് നല്ല മീറ്റർ ചായ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് സ്ഥലം എവിടെ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പാലക്കാട് റോഡിൽ താണിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. താണിപ്പാടം ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് ഈ കട വരുന്നത്. 2 ഷട്ടർ റൂമേ ഉള്ളൂ. അത് ചെറിയ കടയാണ്, റോഡ് സൈഡിലാണ്. എത്ര വൃത്തിയിലാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ വൈബ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് നൈസായിട്ട് ടാറ്റ പറഞ്ഞിറങ്ങി. അപ്പോൾ അതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, ലവ് യു ആൾ.